എനിക്കറിയാം, എല്ലാം വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ സത്യം പറ. എന്തിനായിരുന്നു നിങ്ങൾ എന്നെ ചതിച്ചത്? എന്നെ എന്നതിലുപരി അർച്ചനെ കൂടിയല്ലേ നിങ്ങൾ ചതിച്ചത്? മാഷേ, നമ്മുടെ ഉള്ളിലുള്ള സങ്കടം എന്തിനാ മാഷെ മറ്റുള്ളവരെ കൂടി അറിയിക്കുന്നത്? മാഷ് ഇവിടെ ഇരുന്ന് വിഷമിക്കുന്നത് കണ്ട അനൂപ് കാര്യം ചോദിക്കും. അവനോട് നമ്മൾ എന്തു പറയും? മറക്കണമെന്ന് എത്ര തീരുമാനിച്ചിട്ടും പറ്റുന്നില്ല കമലേ. സച്ചി പറഞ്ഞത് ഒരു കണക്കിന് സത്യമല്ലേ? എല്ലാം അറിയാമായിരുന്നിട്ടും ചതിക്കുമല്ലായിരുന്നോ നമ്മളെല്ലാവരെയും? സച്ചിയോട് പറയണമായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നൊരു കുറ്റക്കാരെ പോലെ നമുക്ക് അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു. എനിക്കും തോന്നിയത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സച്ചിയെ അറിയിക്കാതെ പോയത് വലിയ തെറ്റായിപ്പോയി മാഷെ. പിന്നെ സച്ചിയോട് എങ്ങനെ ഇത് പറയും എന്നൊരാശങ്ക നമുക്കില്ലായിരുന്നു മാഷെ. എന്താ നമ്മൾ അവനോട് പറയുന്നത്? നമ്മുടെ മോൾ ഒരിക്കലും പ്രസവിക്കില്ലെന്നോ? അതോ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് മനഃപൂർവ്വം നമ്മുടെ മോളെ അവന് കൊടുത്തതാണോ? എന്താ പക്ഷെ നമ്മൾ സച്ചിയോട് പറയുന്നത്? സച്ചിയുടെ ചോദ്യത്തിനൊന്നും നമ്മുടെ കയ്യിൽ ഉത്തരവില്ലാതെ പോയല്ലോ കമലേ. അവനും നല്ല സങ്കടം ഉണ്ടായി കാണും. മനസ്സ് തകർന്ന അവനെ ഇവിടെ ഇറങ്ങിപ്പോയത്. അവന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഇതൊക്കെ തന്നെയാ പറയുന്നത്. പിന്നെ സച്ചിക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാവും കൂടുതലായി ഒന്നും പറയാനത്. എന്റെ പേടി അതല്ല മാഷെ. സച്ചി ചെന്നിനി അച്ചുമോളുടെ ഇതിനെപ്പറ്റി വല്ലതും പറയുമോന്നാ. അത് കേൾക്കുമ്പോ ഇനി എന്തായിരിക്കും അവളുടെ പ്രതികരണം? സച്ചി പിന്നെ ഇത് നേരത്തെ അറിഞ്ഞോന്നല്ലേ പറഞ്ഞത്? ഇതുവരെ അത് പറയാത്തത് ഈശ്വര കടാക്ഷം കൊണ്ടാ. സച്ചി ഇതെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവന്തികയുടെ കാര്യം പറയായിരുന്നു. അവന്തിക കൂടിയല്ലേ നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അല്ലേ? മാഷ് എന്തിനാ എന്നെ തടഞ്ഞത്? അത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മള് കുറ്റക്കാരാണെന്നാ ഇപ്പൊ സച്ചിയുടെ മനസ്സിൽ. അവന്തിക പറഞ്ഞിട്ടാ നമ്മളിങ്ങനെ ചെയ്തതെന്ന് അവനറിഞ്ഞ അതവന് വലിയ ഷോക്കാവും. അവനതും പറഞ്ഞ് അവന്തിയോട് വടക്കിന് പോയെന്നും വരും. അങ്ങനെ നെല്ലിശ്ശേരിയുള്ളവരൊക്കെ അറിഞ്ഞ നമ്മുടെ രണ്ടു മക്കളുടെ ജീവിതം തകർന്നു വരും. ഇപ്പോ സച്ചിയുടെ മനസ്സിൽ നമ്മളാ കുറ്റക്കാര്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മളായിട്ട് ഇനി അവിടെ ഒരാളുടെ സ്വസ്ഥത കൂടി കളയണ്ട. ജീവിതാവസാനം വരെ ഇങ്ങനെ തീ തിന്നാനും കണ്ണീര് കുടിക്കാനാണല്ലോ വിധി. ഈ കണക്കൊന്ന് പറഞ്ഞു തരാവോ? അച്ഛനോട് പോയി ചോദിക്കുമ്പോളെ. അത് ശരിയാവില്ല. അച്ഛൻ പറഞ്ഞു തന്നിട്ട് ഞാൻ തെറ്റിച്ചാ അച്ഛൻ എന്നെ തല്ലും. ഞാൻ വരുമ്പോ നിങ്ങൾ എൻ്റെ ഒരു കരയുമായിരുന്നോ? സത്യം പറയണം, കള്ളം പറയരുത്. ഞങ്ങൾ കരഞ്ഞില്ല മോളെ. ഞങ്ങൾ എന്തിനാ കരയുന്നത്? അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്നോട് തിരിച്ചു ചോദിക്കാ. ഞാൻ വന്നപ്പോ നിങ്ങൾ കരയായിരുന്നു, എനിക്ക് ഉറപ്പാ അത്. ആവണിക്കുട്ടി, നീ എന്തിനാ അച്ഛമ്മയും അച്ഛനെ ശല്യപ്പെടുത്തുന്നേ? ശല്യപ്പെടുത്തുന്നതല്ല അച്ഛ. ഞാൻ വന്നപ്പോ ഇവര് രണ്ടുപേരും കരയുമായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് ഇവര് കള്ളം പറയാ.
എനിക്കറിയാം അമ്മയുടെ അച്ഛൻ്റെ സങ്കടം എന്താന്ന്. ആതിര ഗർഭിണിയായിട്ടും അർച്ചനയ്ക്ക് ആ ഭാഗ്യം കിട്ടാത്ത ഓർത്തല്ലേ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അർച്ചനയ്ക്കും സച്ചിക്കും ആ വിഷമമില്ല. അവർക്കത് തോന്നിയാലല്ലേ അമ്മ കാര്യമുള്ളൂ. നിങ്ങൾ വിഷമിച്ചിട്ട് എന്താ കാര്യം? അവിടെയാണെങ്കിൽ സച്ചിയുടെ അച്ഛൻ, ഇവിടെയാണെങ്കിൽ നിങ്ങൾ. ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് അവള് കാണുകയല്ലേ. എന്നിട്ടും സച്ചി അർച്ചനെ കൂടെ തീരുമാനമെടുത്തു ഇപ്പൊ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന്. ഭാഗ്യവും അവരുടെ തീരുമാനവും ഒരുമിച്ച് വരുമ്പോൾ എല്ലാം ശരിയാവും. അല്ലാതെ നിങ്ങൾ വിഷമിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കാതെ ആതിരെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കും. അവർ പറയുന്ന സമയത്ത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കൊണ്ടുവരാൻ പോകുമ്പോൾ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടു ചെല്ലണ്ടേ? അതിനെന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ അമ്മ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. സാധനങ്ങൾ ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. ആവണി, അവള് ചെന്നിരുന്ന് പഠിക്കേ. നിന്റെ ആഗ്രഹങ്ങൾ ഓരോന്നും കണ്ടറിഞ്ഞ് സാധിച്ചു തരാൻ ഞാൻ എന്നും ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും അതിലൊന്നും നടക്കാതെ പോയത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു കാര്യവും എന്റെ മനസ്സിലില്ലല്ലോ. മമ്മൂട്ടിയുടെ ടർബോ റിലീസായ ദിവസം ഇന്ന്. ആ, അത് കാണാൻ പോണമെന്ന് നീ പറഞ്ഞില്ലായിരുന്നോ? ഓ, അതായിരുന്നോ? അത് നടക്കാതെ പോയത് സച്ചേന്റെ കുറ്റം കൊണ്ടല്ലല്ലോ. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അന്ന്. ഈ ഉത്രാട ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ടർബോ കാണാം. ഈ ഉത്രാട ദിനം വൈകിട്ട് 6:30 ടർബോ സംപ്രേഷണം ചെയ്യുന്നു നമ്മുടെ സ്വന്തം സീ കേരളം ചാനലിൽ. ആണോ? അടിപൊളി. ഓണത്തിന്റെ തുടക്കം ഗംഭീരായി. അറിഞ്ഞോ? ഈ ഉത്രാട ദിനത്തിൽ വൈകിട്ട് 6:30 മമ്മൂട്ടിയുടെ ടർബോ നമ്മുടെ സ്വന്തം സീ കേരളം ചാനലിൽ. ഓണത്തിന്റെ തുടക്കം ഗംഭീരായില്ലേ? സ്നേഹ, പേര് പോലെ തന്നെ എല്ലാവരെയും പെട്ടെന്ന് സ്നേഹിക്കാൻ തോന്നുന്നു. പകുതിയോളം അവൾ വളഞ്ഞു കഴിഞ്ഞു. ബാക്കി പകുതി കൂടി വളച്ചെടുത്ത രക്ഷപ്പെട്ടു. അതിനെന്താ ഒരു വഴി? എന്താ ഒരു ആലോചന? വേറെന്ത് ആലോചിക്കാനുണ്ട് എനിക്ക്? ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. എന്നെക്കുറിച്ചോ? എന്നെക്കുറിച്ച് എന്താ ആലോചിക്കാൻ? എനിക്കും നിനക്കും എത്രയും പെട്ടെന്നൊരു ജീവിതം, ആരുടെ ശല്യമില്ലാതെ, ആരെയും പേടിക്കാതെ, സമാധാനമായിട്ടൊരു ജീവിതം. അതിപ്പോ വേണേലും നടക്കും. എനിക്കും നിനക്കും എങ്ങോട്ടെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാനൊന്നും ഒരു തടസ്സമില്ലപ്പോ. എന്താ, എനിക്ക് ചെലവിന് തരാൻ നിന്നെക്കൊണ്ട് സാധിക്കില്ലേ? അതൊക്കെ സാധിക്കും. പക്ഷെ അതല്ലല്ലോ നമ്മുടെ മനസ്സിൽ. നിന്റെ അച്ഛനെയും നമ്മുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കിയവരെ നശിപ്പിക്കാതെ പോയാൽ പിന്നെ നമുക്ക് സമാധാനം കിട്ടും. നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നെല്ലിശ്ശേരിയിൽ ഒരു ജീവന്റെ കണിക പോലും ബാക്കിയുണ്ടാവരുത്. അടിവേര് വരെ അർത്തിട്ടേ നമ്മൾ ഇവിടം വിടും. ഈ തീ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം ധനുഷ്. മറ്റൊരു കാരണം കൊണ്ടും അത് കെടാതെ നോക്കുകയും വേണം.
അതങ്ങനെ തന്നെ ഉണ്ടാവും. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് കൂടെ കൂടിയതാണെങ്കിലും എനിക്കിപ്പോ നിന്നേക്കാളും വാശിയാ. ഈ വീട് നിലംപൊത്തുന്നത് കാണാനുള്ള വാശി. നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില നേരത്ത് നിന്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഞാനപ്പോ നന്ദന്റെ കൂടെ ആയിരുന്നു. എന്തോ ഭാഗ്യത്തിനാ അവൻ നിന്റെ ഫോൺ കോൾ കാണാത്തത്. നിന്റെ വിചാരം എന്താ, ഞാൻ വെറുതെ ഇരിക്കുവാണെന്നോ? ഈ കുടുംബത്തെ പറ്റിയും സ്വത്തുവകകളെ പറ്റിയും ഞാൻ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു സെന്റ് ഭൂമിയോ ഒരു രൂപയോ നമ്മുടെ കയ്യിൽ നിന്ന് വേറെ എങ്ങോട്ടും പോവരുത്. ഈ കുടുംബത്തിന്റെ ആസ്തിയാണ് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുഞ്ഞിന്റെ വിലയായി ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. പിന്നെ നിന്റെ മനസ്സിൽ എന്നെ സ്നേഹം വെച്ച് ചില സംശയങ്ങളുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അതെന്റെ വെറും നാടകം മാത്രം. ആവശ്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ തുടരാനുള്ള നാടകം. എന്റെ കൈകൊണ്ട് ഇവിടെ ആദ്യം മരിക്കാൻ പോകുന്നതും സ്നേഹം തന്നെയായിരിക്കും. തലോടുമെന്ന് കരുതിയ കൈകൊണ്ട് കഴുത്തിഞ്ഞിരിക്കും ഞാൻ അവളുടെ. ഇതൊക്കെ തന്നെ എന്റെ മനസ്സിൽ മുഴുവൻ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള നേരിട്ടുള്ള സംസാരങ്ങൾ നീ ഒഴിവാക്കണം. ക്യാമറയിലോ ആരുടെയെങ്കിലും കണ്ണിലോ പെട്ട നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞൊന്നും നടക്കാനും പോകുന്നില്ല. ഞാനും നീയും തമ്മിൽ സംസാരിക്കുന്നതിന് എന്താ കുഴപ്പം? ഇപ്പൊ നീ വീട്ടിലൊരു അംഗത്തെ പോലെയല്ലേ, പിന്നെന്താ? അയ്യോ നന്ദൻ, വാ. സാർ ഉറങ്ങിയില്ലായിരുന്നോ? തനുഷോ? ഇല്ല, ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാ. ഞാനും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമായിരുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി. ധനുഷിന് ഒരുപാട് ജീവിതം മുന്നോട്ട് കിടക്കുകയല്ലേ. നല്ലൊരു പെൺകുട്ടിയൊക്കെ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കണം. പറഞ്ഞു കേട്ടിടത്തോളം ധനുഷിന് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. നീ എന്നോട് പറയാത്തതാണോ? ഇല്ല സർ. ഒരാളെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി സമയം കളയാനും എനിക്ക് എവിടെ സമയം കിട്ടാനാ? അങ്ങനെ ഒരു കുടുംബത്തെക്കുറിച്ചും ഭാര്യ, മക്കൾ, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല സർ. എങ്കിലേ ചിന്തിക്കണം. ചിന്തിക്കാൻ സമയമൊക്കെ ആയി. ധനുഷ് കേട്ടിട്ടില്ലേ, എല്ലാ പുരുഷന്മാരുടെയും ഉയർച്ചയ്ക്ക് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവുന്നു. അതുപോലൊരു സ്ത്രീ തനിക്കും വേണം. അതൊക്കെ സാറിനെ പോലുള്ളവർക്ക് വേണ്ടിയുള്ള വാചകങ്ങളല്ലേ സർ? അവന്തിക മാഡം സാറിന്റെ പിന്നിലുള്ളത് കൊണ്ടാണല്ലോ സാറിന് ഈ സക്സസ് ഒക്കെ ഉള്ളതെന്നാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മാഡത്തെ പോലെ ബോൾഡായ ഒരു ലേഡി ഉണ്ടെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞതിനൊരു അർത്ഥമുണ്ട്. എന്താ സർ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ പറഞ്ഞതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മുടെ പിന്നിൽ നിന്ന് നമുക്ക് ധൈര്യം തരികയും നേർവഴിക്ക് നടത്തുകയും ചെയ്യുന്ന സ്ത്രീ വഴി നമ്മൾ ഉയർച്ചയിലേക്ക് എത്തും. അതുപോലെ തന്നെ നമ്മളോട് സ്നേഹം കാണിച്ചും സാഹചര്യം വന്നാൽ നമ്മളെ ചതിക്കുകയും ചെയ്യുന്നൊരു സ്ത്രീ പുറകിലുണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കണമെന്ന വാശിയിൽ നമ്മൾ എല്ലായിടത്തും ജയിക്കും. അതുകൊണ്ട് ഏത് രീതിയിൽ നോക്കിയാലും വിജയം നമ്മുടെ തന്നെയാണ്. സാറിനോട് സ്നേഹം കാണിച്ച്
സാഹചര്യം വരുമ്പോ ചതിക്കുന്ന ഒരു ഭാര്യയായിട്ടാണോ സാറ് മാഡത്തെ കാണുന്നത്? ഹേയ്, അല്ലല്ല. അവന്തിക്ക് എന്നോട് വലിയ സ്നേഹമാ. എനിക്കും അങ്ങനെ തന്നെയാ. മിക്കവാറും ഞാൻ അവളെ സ്നേഹിച്ച് കൊല്ലും. അത്രക്കിഷ്ടമാ എനിക്കവളെ. മാഡത്തിന്റെ ഒരു ഭാഗ്യം. അതെ അതെ, അവന്തിക്ക് ഇനി അങ്ങോട്ട് ഭാഗ്യത്തിന്റെ ഘോഷയാത്രയാ. അതാണ് എന്റെ പേടി. അല്ല, കൂടുതൽ ഭാഗ്യമുള്ളവരെ ഈശ്വരൻ നേരത്തെ വിളിക്കും. അതുകൊണ്ട് അവൾക്ക് 100 ആയുസ്സുണ്ടാവാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാ ശരി, നാളെ കാണാമേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. നിന്റെ ഭർത്താവിന് നിന്നെക്കുറിച്ച് നല്ല മതിപ്പാണല്ലോ. നീ പുറകെ ഉള്ളത് അവന്റെ ഭാഗ്യമാണെന്നാ പറഞ്ഞിട്ട് പോയത്. ഭാഗ്യം. തല എറിഞ്ഞിടാൻ പാകത്തിനുള്ള വാളുമായി അവന്റെ പുറകെ നടക്കുന്നത്. അതവൻ അറിയുകയും ചെയ്യാം. അവൻ അവസാനം പറഞ്ഞ ആ ഡയലോഗില് അവൻ നിന്നെ കൊല്ലുന്നൊരു സ്വരം ഉണ്ടായിരുന്നു. കൂടെ കിടന്നുറങ്ങുമ്പോ കഴുത്ത് ഞെരിക്കാതെ നീ നോക്കിക്കോ. നീരജ് കിടന്നില്ലേ? ഈ ജോലി കൂടി കഴിഞ്ഞാ കഴിഞ്ഞു. ആതിരെ നോക്കാൻ വന്ന മീരേച്ചി ഇപ്പോ ഈ വീട്ടിലെ സകല ജോലികളും ചെയ്യേണ്ട അവസ്ഥയാണല്ലോ. മീരേച്ചി തന്നെ അല്ലേ അമ്പിളി ചേച്ചിയുടെ തൽക്കാലം വരണ്ടെന്ന് പറഞ്ഞ്? ഈ വീട്ടിൽ എനിക്കും അർച്ചനയ്ക്കും ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. പിന്നെ അമ്പിളിയും മറ്റെന്തോ ആവശ്യം പറഞ്ഞിരുന്നു. അതാ പിന്നെ ലീവ് എടുത്തോളാൻ പറഞ്ഞു. കിച്ചൺ. ഓ, അപ്പൊ അവിടെ ഉണ്ടല്ലേ. താൻ പേടിച്ചു പോയല്ലേ?